ശുഭമസ്തു. വിവാഹ നിശ്ചയ ക്ഷണപത്രിക. ഈ മംഗളകാര്യം വരുന്ന ചിങ്ങമാസം. അയ്യോ, എന്റെ പൊന്നു പൂജാരി നിർത്തിക്കേ. ഓരോരുത്തരും ഇന്നിവിടെ FB-യിൽ പെണ്ണിനെ കണ്ട് വാട്സാപ്പിൽ ഇൻവിറ്റേഷൻ അയച്ച് സ്കൈപ്പിൽ കല്യാണവും കഴിച്ച് ട്വിറ്ററിൽ കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്ന കാലമാണ്. ഇന്നും നീ പഴയ കാലത്തെ പോലെ വൃശ്ചിക മാസവും മംഗളകർമ്മവും എന്നൊക്കെ പറഞ്ഞ അതെ ബൊഫേ ആറിപ്പോവും മാഷേ. എന്നാ ഐശ്വര്യമായിട്ട് ചടങ്ങ് നടക്കട്ടെ. ശതമാനം ബോധിതാജപുരുഷസതേന്ദ്രജം ആയുഷേതേന്ദ്രജേ പ്രതിഷ്ഠതി ധനം ധാന്യം വശം ഭഗപുത്ര ലാഭം. കഴിക്കൂ കഴിക്കുന്നേ. അച്ഛാ, എന്താ മോനെ? എൻഗേജ്മെന്റ് നല്ല രീതിയിൽ കഴിഞ്ഞാലേ പോണ്ടിച്ചേരിയിലെ ഗണപതി അമ്പലത്തിൽ പോയി 2 തേങ്ങ ഉടയ്ക്കാൻ നേർന്നിരുന്നു. അത്രയ്ക്കും ഭക്തി ഉണ്ടോ? അതെച്ചാ, ഞാൻ പറഞ്ഞല്ലോ പിള്ളേര് പോണ്ടിച്ചേരിയിൽ ബാച്ചുലേഴ്സ് പാർട്ടി റെഡി ആക്കിയിട്ടുണ്ടെന്ന്. ബാച്ചിലേഴ്സ് പാർട്ടി പോണ്ടിച്ചേരിയോ? അതെ പ്രിയ, അതിന് തന്നെ ഇത്ര ഷോക്കാവുന്നേ? കുമാർ, 2 ദിവസം കൊണ്ട് നമ്മുടെ കല്യാണമാണ്. ഇതുവരെ റിസപ്ഷൻ ഡ്രസ് ട്രൈ ചെയ്തിട്ടില്ല, ഹാളിന്റെ ഡെക്കറേഷൻ നോക്കിയിട്ടില്ല, നീ താടി ട്രിം ചെയ്തിട്ടില്ല, എന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് റോങ് വിത്ത് യു കുമാർ? പ്ലീസ് പ്രിയ, ലൈഫിൽ ഒറ്റൊരിക്കൽ ഇങ്ങനത്തെ പാർട്ടി കിട്ടുള്ളൂ. ലാസ്റ്റ് മിനിറ്റിൽ പ്ലാൻ ചെയ്ത എങ്ങനെയാ കുമാർ? നോ വേ. ഞാൻ ഇപ്പൊ പുറപ്പെട്ട് രാത്രി പാർട്ടി കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ തിരിച്ചു വരാം. ഒരു പക്ഷെ ലേറ്റ് ആയാലോ? വേണ്ട, റിസ്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. പാർട്ടി ചെന്നിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട എന്റെ എക്സിനെ മറക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ പോകുന്നതിൽ നിനക്ക് ഇഷ്ടമല്ലോ. ശരി, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത് ചെയ്യാനാ? നീ ബാച്ചിലേഴ്സ് പാർട്ടിയിലേക്ക് പോയിട്ട് വന്നു. പക്ഷെ ദയവ് ഇത് ഇംഗ്ലീഷിൽ സംസാരിക്കരുത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ സംസാരിച്ചല്ലേ ഞാൻ CBSE സ്റ്റുഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതുവരെ പറഞ്ഞില്ലല്ലോ നീ CBSE ആണെന്ന്. അതെ, കോർപ്പറേഷൻ ബോയ്സ് സ്കൂൾ E സെക്ഷൻ. കുമാർ, എന്താടാ? പോയിക്കോ. പോകാൻ. ബൈ. ഓ, രക്ഷപ്പെട്ടു. കുമാറിന്റെ കല്യാണം നടക്കാനുള്ള ഒരേ ഒരു കാരണം കൊച്ചു പയ്യന്മാരുടെ ശാപം മാത്രമാണ്. അതിനിങ്ങനെ ചുമ്മാ ചാള ഡയലോഗ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുമാർ, ഇപ്പൊ പിള്ളേരുടെ ഗ്രൂപ്പിൽ ഞാൻ നിന്നെ പറ്റി പൂർത്തി പറഞ്ഞതേ ഉള്ളൂ. ഇത്ര നേരം എവിടെയായിരുന്നു? പാർട്ടി എന്തായി? നീ എന്താ വിചാരിച്ചേ? സാധാരണ ഡൂക്കിലി പാർട്ടിയാണെന്നോ? ഇറ്റ്സ് എ ഗ്രാൻഡ് ഗാല മെഗാ ഈവന്റ്. അവാർഡ് ഫംഗ്ഷനിൽ ചെന്നാലല്ലേ അവാർഡ് കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ പാർട്ടിയിൽ വന്ന് കേറിയ ഉടനെ തന്നെ മദ്യം കൊടുക്കുക. നിന്നെ കുറിച്ച് പൊക്കി ഇല്ല, ഞാനത് സമ്മതിക്കില്ല. ഹൈ ബേബി. എടാ, പ്രിയോട് സംസാരിച്ച കാറിന്റെ കീ മേടിച്ച. അതെന്താടാ, നിന്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല? അവളുടെ കാർ ബ്ലോക്ക് ചെയ്യണം. അല്ലടാ, നീ ഞാൻ നാട്ടിൽ പോകുന്ന പറഞ്ഞ് ഓല ബുക്ക് ചെയ്തു. പക്ഷെ ആ ഡ്രൈവറോട് നമ്മള് ഉജ്ജ്വലമായി കളിപ്പിച്ചു. ഒരു പാർട്ടി നേരണം ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത തെണ്ടി. നീയൊക്കെ ഒരു ഫ്രണ്ട് ആണോടാ? പ്രിയ, ഒറ്റ മിനിറ്റ് ഒന്ന് താഴേക്ക് വരുമോ? എനിക്ക് വരാൻ പറ്റില്ല. നീ എന്നെ നേരിട്ട് വന്ന് സെൻഡ് ഓഫ് ചെയ്ത് ഫ്ലൈങ് കേസ് തന്നാലേ ഞാൻ പോവുള്ളൂ. ശരി, വരാൻ വെക്ക. വരാന്ന് പറഞ്ഞല്ലേ? സൂപ്പർ അളിയ. ഡീസൽ അടിക്കാനും കാശ് തരുമായിരിക്കും അല്ലേ? പ്രിയനെ കാണുമ്പോ തന്നെ ഹാപ്പി ആകും അല്ലേ? ഹായ് പ്രിയ, ഞാനാണ് വിർജിൻ ബോയ്സ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. ഇവൻ എന്റെ ഫ്രണ്ട് ബാലാജി. മറന്നുപോയോ? അന്ന് ഞാൻ വാട്സാപ്പിൽ സ്മൈലേക്ക് അയച്ചില്ലേ? പ്ലസ് ടു മീറ്റ് യു. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അല്ല പ്രിയ, ഞങ്ങൾ പോണ്ടിച്ചേരി പോവാൻ BMW കാർ ബുക്ക് ചെയ്തതാ. വഴിക്ക് വെച്ച് പഞ്ചറായി. അതുകൊണ്ട് നിന്റെ കാറ് തന്നല്ലേ ഞങ്ങൾ പോണ്ടിച്ചേരി വരെ. എന്റെ വണ്ടി പോണ്ടിച്ചേരിക്ക്, അതും ബാച്ചിലേഴ്സ് പാർട്ടിക്ക് വേണ്ടിയോ? അതിനൊരു ചാൻസും ഇല്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ താങ്കൾ എന്നെ സഹായിച്ചാൽ ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഒരു വാക്കുപോലും ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല പ്രിയ. ശരി, ഓക്കെ. വണ്ടി ഓടിക്കാൻ അറിയോ? അതെന്ത് ചോദ്യ പ്രിയ, ഞാൻ 8ഉം 10ഒക്കെ ഇടും. അതെയോ? ലൈസൻസ് ഉണ്ടോ? ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഉണ്ട്. ഞാൻ ലോറി ഓടിക്കും. ദാ നോക്ക്, ഞാൻ നിന്നെ വിശ്വസിച്ച വണ്ടി തരുന്നത്. ഈ ലോറി ഓടിക്കുന്നവന്റെ കയ്യിലൊന്നും ഇത് കൊടുക്കരുത്. പ്രിയ, ബൈ ബൈ. കുമാർ, ഒരു മിനിറ്റ്. എന്തുപറ്റി? ആരാ വിളിക്കുന്നത്? ഇത് വേറെയാ പ്രിയ. എന്നിട്ട് എന്താ ഒരു കള്ള ലക്ഷണം? ഇല്ലല്ലോ. ഫോൺ കാണിക്ക്. വേണ്ട പ്രിയ. ഫോൺ കാണിക്കാൻ. ആൻസർ ചെയ്ത് സ്പീക്കറിലിട്. അത് വേണ്ട പ്രിയ. ആൻസർ ചെയ്ത് സ്പീക്കറിലിടാനാ പറഞ്ഞ. ഹലോ കുമാർ, ഫേസ്ബുക്കിൽ ഇപ്പൊ ഞാൻ നിന്റെ ആളിന്റെ ഫോട്ടോ കണ്ടു. നിന്റെ ടേസ്റ്റ് ഇത്ര മോശമാണ്. നീ അസൂയപ്പെട്ട് ഓരോ കാര്യം ഒന്നും പറയരുത്. എന്റെ ആൾ അടിപൊളി ഫിഗറാ. കുമാർ, നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഭംഗിയുള്ള പെണ്ണിനെ നോക്കിയെങ്കിലും. ഫംഗ്ഷൻ ആയതോടെ ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ അടിച്ച് നിന്റെ പല്ല് ഇളക്കിനെ. മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോടി. എടാ, ഇത് വേണ്ടടാ. ഇവളെ കൂടെ എങ്ങനെ ജീവിതം? ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത്. നീ എന്നെ ഫോഴ്സ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ വെച്ചത്. അതല്ല, അവള് വീണ്ടും ഫോൺ ചെയ്ത് അറ്റൻഡ് ചെയ്യരുതല്ലോ, അതുകൊണ്ടാണ് സേവ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്പറാണെന്ന് വെച്ച് ഞാൻ എടുത്താലോ? ഇനി മേലാ നീ അവളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, ഈ കല്യാണം ക്യാൻസൽ ആവും. സംസാരിക്കില്ല പ്രിയ, ഒരിക്കലും സംസാരിക്കില്ല. ഈ കാറിന്റെ കൂടെ ഇവനെ ഞാൻ നോക്കണം പ്രിയ. പെട്ടെന്ന് വണ്ടി കയറടാ. ആ നാൻസി എന്തൊക്കെ കാണിച്ചോട്ടുന്നളിയാ. ഞാൻ കെട്ടാൻ വന്ന പെണ്ണിനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നാൻസി ഒരു നല്ല പെണ്ണ. അവള് മൂക്കണ്ട അറിയില്ലേ?
അവൾ അപ്പനൊരു കുപ്പി മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകവെള്ളമാണെന്ന് പറഞ്ഞ് വയറ് വേനയ്ക്ക് അവൾ എടുത്തത് കുടിച്ചു. അളിയ നീ എന്നെ ചൂടാക്കല്ലേ. ആ നാൻസിക്ക് ഒന്ന് ഫോൺ ചെയ്തേ. ഹലോ, നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന് ഞാനൊന്ന് ഫോൺ ചെയ്യാം. അതല്ല അളിയ, പ്രിയ ചിലപ്പോഴേ ഞാൻ നാൻസിയോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. അവള് കോൾ ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈനിലാണെങ്കിലേ ഞാൻ പെട്ടുപോളിയാ. ചിലപ്പോ ഒന്നും പറയാതെ കല്യാണം ക്യാൻസൽ ചെയ്താൽ. എടാ ഒന്നും മിണ്ടാതെ ഇരിക്കടാ. പ്രിയാണ് സ്പീക്കർ ഇട്ടെ. സോറി, ഞാൻ നാൻസിയോട് ഇനി സംസാരിക്കില്ല. കുമാർ, ഞാൻ നാൻസിയെ കുറിച്ച് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നിന്റെ ബാച്ചുലർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്ക്. കുമാർ, ഇതാണ് നിന്റെ ലാസ്റ്റ് പാർട്ടി. നിന്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞേക്ക്, പ്രത്യേകിച്ച് ആ മണ്ടനോട്. അവനെ കണ്ടിട്ട് എനിക്കൊരു കള്ള ലക്ഷണം തോന്നുക. അവരോടൊപ്പം കൂടിയ നീ അതുപോലെ തന്നെ ആവും. മനസ്സിലായോ? ആ ഓക്കെ പ്രിയ, ഞാൻ ഡ്രൈവിംഗില്ല, പിന്നെ വിളിക്കാമേ. കേട്ടില്ലളിയാ, ഇതെന്റെ അവസാനത്തെ പാർട്ടിയാണോ പോലും. നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇഷ്ടം പോലെ കുടിച്ചോളിയാ. പക്ഷെ ഇതിനു ശേഷം നീ വീണ്ടും എന്നോട് ചോദിച്ചാ ഞാൻ ചോദിക്കേയില്ല. ഡാ, എന്താടാ ഇത്? ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മദാമ്മമാരുടെ പാർട്ടിയാ? മനസ്സിലായില്ലേ? കാര്യങ്ങളൊന്നും ക്ലിയർ ആയില്ലല്ലേ? നീ ഈ പാസ് ടൈം പറഞ്ഞു ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടോ? ഈ 4 ലിക്കറും കള്ളം ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടോ? നെവർ. പന്നിയും പട്ടിക്കുട്ടിയും കൂടി ഒരുമിച്ച് ഒരു തൊഴുത്തി കിട്ടുമോ? ഇംപോസിബിൾ. എങ്കിൽ അങ്ങോട്ട് നോക്ക്. ഹായ് ഡ്യൂഡ്. Meet my Facebook friend കുണ്ടലകേശി. ഇറ്റ്സ് ഓക്കേ. മരിയ ഷറപ്പോവ. ഹേ ഹായ്. നോ. ഇത് ഇവന്റെ ഫസ്റ്റ് മാരേജ് ആണ് അളിയാ. അതാണ് ഈ ഗ്രാൻഡ് സെറ്റപ്പ് ഒക്കെ. ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ഓസി കള്ളടി കളിയാ. എന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എന്നെ തന്നെ ഓസി കൂടി കുടിപ്പിച്ചല്ലോടാ. അളിയാ, നിന്നെ കുറിച്ച് ഞാൻ തന്നെ പൊക്കി പറയാം. വേറെ ലെവലല്ലടാ. ഇല്ല ഞാനത് സമ്മതിക്കില്ല. നിങ്ങളൊക്കെ ആരാ? ലോക്കൽ ബോയ്സ് ആണോ? അപ്പൊ സിറ്റി ബോയ്സാ? പിന്നെ ആരാ നിങ്ങൾ? സിറ്റിയിലുള്ള ബോയ്സിനെ സിറ്റി ബോയ്സ് എന്ന് പറയും, ലോക്കലിലുള്ള ബോയ്സിനെ ലോക്കൽ ബോയ്സ് എന്ന് പറയും. പക്ഷെ സിറ്റിയിലുള്ള ലോക്കൽ ബോയ്സിന് എന്താ പറയാന്ന് അറിയോ? കേട്ടോ, ഇതൊന്ന് പിടിച്ചേ. ഒന്നുമില്ല, അത് ഇത്ര ദിവസം മുത്തശ്ശിന്റെ കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ലോസ് ആയതാ. നാൻസി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ തൊട്ടടുത്തല്ലോ കടയിൽ പോയിട്ട് കവർ വാങ്ങിച്ചിട്ട്. എങ്കിൽ മാത്രമേ എല്ലാം പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര വലുതൊന്നും അല്ല, അത് ചെറുതായിരിക്കും. അതും ഒന്നേ തരൂ. ചെയ്യാനാണെങ്കിൽ ആദ്യം വലത് കാലം എടുത്ത് വെച്ചോണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് വലത് കാലം എടുത്ത് വെക്കോ. ഇങ്ങോട്ട് നോക്ക്. ചെറിയ പ്രായം മുതൽ ഞാൻ ചർച്ചിൽ വരാൻ തുടങ്ങിയതാ. ചർച്ചിനുള്ളിൽ എങ്ങനെ പോണോ നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിനക്കപ്പം വേണമെങ്കിൽ വാ, വേണ്ടെങ്കിൽ പിന്നെ പോയേക്കെ. നാൻസി, നീ വേണമെങ്കിൽ അത് ചാടി വന്നോ, പക്ഷെ എനിക്ക് അപ്പം വേണം. ഇത് യേശുവിൻ തിരുശരീരമാണ്. ഇത് യേശുവിൻ തിരുശരീരമാണ്. എന്താടാ? അല്ല, ഇങ്ങനത്തെ വലിയ ബിൽഡിംഗിലൊക്കെ ഒച്ച വെച്ചാൽ എക്കോ കേൾക്കും. ഇതുപോലെ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ ഒരു തവണ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫാദർ പിന്നെ നിന്റെ പേര് ചോദിച്ചാ കുമാർ അങ്ങനെയൊന്നും പറയണ്ട. ഏതെങ്കിലും ക്രിസ്ത്യൻ പേര് പറയാൻ നോക്ക്. ഞാൻ വേണമെങ്കിൽ ജോസഫ് കുരുവിള അല്ലെങ്കിൽ ഡേവിഡ് ബില്ല അങ്ങനത്തെ പേര് പറയട്ടെ. നീ എന്തിനാ അവരെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചു വെക്കുന്നേ? ഞാൻ വേണമെങ്കിൽ ആൽബർട്ട്, ബേബി ആൽബർട്ട് എന്ന് പറഞ്ഞോട്ടെ. അവിടെ ഡെയിലി ഞാൻ നൈറ്റ് ഷോ കാണാറ്. ഓക്കെ. നിന്റെ ബൈബിൾ എവിടെയെന്ന് ഫാദർ ചോദിച്ചാ നീ എന്ത് പറയും? ബൈൻഡിങ് ചെയ്യാൻ കൊടുത്തിരിക്കാന്ന് പറയും. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. നീ ആമേൻ എന്ന് പറഞ്ഞാലേ ഫാദർ നിനക്ക് അപ്പം തരും. എന്ത് അമ്മനോ? അമ്മനല്ല, ആമേൻ. ഓ ആമേൻ. ആമേൻ. ഇത് യേശുവിൻ തിരുശരീരം. അപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല. യേശുവിൻ തിരുശരീരം. ഇത് യേശുവിൻ തിരുശരീരം. ഇപ്പൊ കലക്കുന്നത് നോക്കി. ഇത് നമസ്കാരം ഫാദർ. യേശുവിൻ ആമേൻ ആമേൻ ആമേൻ. 3 അപ്പം തന്നേക്ക് ഫാദർ. എന്ത് 3 അപ്പം? അതെ, ഒരു ആമേൻ ഒരു അപ്പാണെങ്കിലേ 3 ആമേന് 3 അപ്പം കിട്ടണ്ടായിരുന്നു. മകരെ, നീ ആരാണ്? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ മുമ്പ്. ഞാൻ തൊട്ട് അപ്പുറത്തെ ചർച്ചിലെ ഫാദർ. ഒരു ചേഞ്ചിന് വന്നത്. ഒരു ചേഞ്ചിനോ? നിന്റെ പേരെന്താ? കുമാർ, ആൽബർട്ട് കുമാർ ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈനോ? എന്താ സയന്റിസ്റ്റിന്റെ പേരൊക്കെ പറയുന്നത്? ഏതെങ്കിലും ഒരു വചനം പറഞ്ഞേ. നീ പോ മോനെ ദിനേശ്. ബൈബിളിൽ നിന്നൊരു വചനം പറയാൻ പറഞ്ഞപ്പോ കണ്ടതും പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് തന്നേക്ക് ഫാദർ, ഞാനും ക്രിസ്ത്യാനിയാ. ശരി, ഏതെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞേ. എന്നാ പാട്ടായിട്ട് പാടിക്കോട്ടെ.
കണ്ടു കണ്ടു കണ്ടില്ല. ഇത് എന്താ ഇത്? സോറി ഫാദർ. യേശു വിളിക്കുന്നു, നമ്മളെ യേശു വിളിക്കുന്നു. ആ, ഇതാണോ സ്തോത്രം? സോറി ഫാദർ, എന്നാ മാറ്റി പിടിക്കാമേ. എന്താണ് ചെയ്യുന്നത്? വരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യ. യേശുദേവൻ വിളിച്ചു, നമ്മളെ വിളിച്ചു. നാണുണ്ടോടാ നിനക്ക്? വചനം ചൊല്ലാൻ പറഞ്ഞ നീ എന്താ സിനിമ ഡയലോഗാണ് പറയുന്നത്? സ്വോത്രം പാഠം പറഞ്ഞ സിനിമ പാട്ടങ്ങ് പാടിയേക്കാം. നീ എന്താ വിചാരിച്ചേ? നാൻസി, എനിക്ക് അപ്പം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ആവേശത്തില് ഞാൻ കുറച്ച് ഓവർ ആക്ടിങ് ചെയ്തു പോയി. ഡേ, നീ ഒരു സത്യം പറ. ഈ അപ്പത്തിന് വേണ്ടിട്ടായിരുന്നോ ഇത്രയും നാൾ എന്റെ പുറകെ നടന്നത്? പിന്നല്ലാതെ ഇതല്ലാതെ വേറെ എന്തിനാ ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ പോന്നെ? എന്റെ റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോ നീ വളരെ ലോ അല്ലേ? അത് നിനക്ക് അറിയാം. നീ എന്നെ ഫോളോ ചെയ്താലുണ്ടല്ലോ. നാൻസി, എന്ത്? ഇതെന്റെ ജീവിതത്തിൽ ചരിത്രം കുറിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് നമുക്കൊരു സെൽഫി എടുത്തല്ലോ പ്ലീസ്. സെൽഫി അവന്റെ സ്മൈൽ പ്ലീസ്. അമ്മേ, ഞാൻ PSNL നന്ദി പറയണോ അമ്മയ്ക്ക് നന്ദി പറയണോ? സൂപ്പർ, അടിപൊളി, പെർഫെക്റ്റ്, സൂപ്പർ. എന്താ ഒരു സൗന്ദര്യമാണ്, എന്തൊരു അറിവാണ്, എന്തെല്ലാം മുടിയാണ്, എന്തെല്ലാം ദുപ്പട്ടയാണ്. ചിരിയുടെ കാര്യം പറയാനില്ല. അത് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ആഹാ, ഒന്നുകൂടെ പറഞ്ഞേ. അമ്മേ, ഞാൻ PSNL നന്ദി പറയണോ അമ്മയ്ക്ക് നന്ദി പറയണോ? ചിരിച്ചേ. ഈ ചിരിപ്പ് കാരണം നിങ്ങൾക്ക് തന്നെയായിരിക്കും ഈ വർഷത്തെ മീഡിയ അവാർഡ്. താങ്ക്സ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്റ്റേജിൽ പോയിട്ട് നല്ലപോലെ കരയാണ്, കേട്ടല്ലോ. എന്റെ പെർഫോമൻസ് അത് ഡയറക്ടർ പറഞ്ഞു. ഇത് മാത്രം ഞാൻ പറയണം? ഇത് നീ തന്നെ പറ. പറയടാ, ആന്റി ചോദിക്കുന്നല്ലേ. ഓസ്കർ അവാർഡ്, JFW അവാർഡ്സ്, എല്ലാ അവാർഡും നിങ്ങൾക്ക് തന്നെയാണ്. പാടാ പോവാ. അടുത്തായിട്ട് നമുക്കൊരു കളർഫുൾ ആഡ് ചെയ്യണോളിയാ. മമ്മൂട്ടി, മഞ്ജു വാര്യർ, മോഹൻലാൽ എന്നിവർ വെച്ച് പൊളിക്കണം. അച്ഛാ, എന്തു പറ്റി? കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ. അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? നീ എവിടെയായിരുന്നുടാ? എന്ത്? നീ എവിടെയായിരുന്നു? അത് പിന്നെ ഇവിടെ ഷൂട്ടിംഗ് വർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, ഇത്രയും കഴിവുണ്ടായിട്ട് നീ എവിടെയായിരുന്നു ചോദിച്ചത്. ഓ, അതോ? എല്ലാം അച്ഛന്റെ അനുഗ്രഹം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ആഡ് നല്ലപോലെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എക്സലന്റ് കോൺസെപ്റ്റ്. താങ്ക് യു സർ. അതും അവസാനം ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞില്ലേ, അതിന് എത്ര ലക്ഷങ്ങൾ വേണം? കമ്പനിയില് ബഡ്ജറ്റ് ഇല്ല. അത് ആയിരക്കണക്കിനാലും കുഴപ്പമില്ല സർ, വാങ്ങിച്ചോളാം. അതിനും ബഡ്ജറ്റ് ഇല്ല സർ. ഒരു 5 ആണെങ്കിലും 10 ആണെങ്കിലും കുഴപ്പമില്ല സർ. അതിന് മനസ്സില്ല. അപ്പൊ എന്തായിരിക്കും സർ തരാൻ പോകുന്നത്? നിങ്ങൾ രണ്ടുപേർക്കും PSNL സിം കാർഡ്. അടുത്ത ആഡ് നിങ്ങളെ മോനോട് ഫ്രീ ആയിട്ട് ചെയ്യാം. 4 ദിവസത്തെ സിം കാർഡിനാണോ ഇത്രയും ഗമ? ഈ സിം കാർഡ് തന്നിട്ട് പോയ MDക്ക് നന്ദി ചൊല്ലണോ, ഇല്ലെങ്കിൽ ഈ ആഡ് വാങ്ങി തന്നത് നിന്റെ അപ്പനും നന്ദി ചൊല്ലണോ? ഒരു ഉണക്ക് കോൺസെപ്റ്റും അതിന്റെ സിം കാർഡും. എടാ, എപ്പോഴെങ്ങനെ അമ്മയോട് സംസാരിച്ച പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യും? ഭർത്താവ് അതേ സ്കീമിൽ വേറൊരു പെണ്ണോട് സംസാരിക്കും. ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. നിനക്ക് മനസ്സിലായില്ലേ? ഇന്നലെ നീ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തില്ലേ? അതെ. ഇന്ന് അവൾ തിരിച്ചു വരും. എനിക്ക് തോന്നുന്നില്ല. വരുവളിയാ. കുമാർ, ഹായ്. ഞാൻ പറഞ്ഞില്ലേ, ചെയിൻ റിയാക്ഷൻ. നിന്നെ കുറിച്ച് ഞാൻ നിന്നെ പൊക്കി പറയാം. നീ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വരാവേ. അല്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഒന്ന് വാങ്ങിച്ചാൽ വേറൊന്ന് ഫ്രീ. ഹായ് Nancy, before I am so busy. See, now I am very free. Come on, tell ya. ഞാനിപ്പോ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇവിടെ വെച്ച് പറയാമോ? Oh, please carry on. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ. എക്സ്പെഷ്യലി നിന്റെ താടി ഒരുപാട് ഇഷ്ടമാ. പിന്നെ നിന്നോടൊപ്പം ഒരു ദിവസമല്ലേ ചർച്ചിൽ പോയത്? ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ലൈഫിലും നിന്നോടൊപ്പം ആണെങ്കിൽ ഞാനതെങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു? എക്സലന്റ് പെർഫോമൻസ്, മാസ്, കൊല്ല മാസ് സ്റ്റാർ, 5 സ്റ്റാർ, 5 ഔട്ട് ഓഫ് 5, 100 ഔട്ട് ഓഫ് 100. താങ്ക് ഗോഡ്. ഒന്നുമില്ല കുമാർ, ഞാൻ നെക്സ്റ്റ് വീക്കിൽ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അതാ ട്രയൽ നോക്കിയതാ. അഖിലാണ്ടേശ്വരോട് നീ ചെയ്തു, ഇപ്പൊ ഞാൻ നിന്നോട് ചെയ്തു. ഇതൊരു ചെയിൻ റിയാക്ഷനാ. അതെ, എന്തായത് എല്ലാരും ചെയിൻ റിയാക്ഷൻ വെച്ച് കളിക്കുക? എന്താടി നടക്കുന്നത് ഇവിടെ? കോമഡി. ഒന്ന് ചിലക്കാതെ പോടി. സോറി, ശരിക്കും ഞാൻ എന്തിനാ വന്നതെന്ന് പറയാം. വാ. നീ ചോദിച്ച ഉടനെ തന്നെ നിന്റെ കൊച്ചിലത്തെ ആഗ്രഹം ഞാൻ നിറവേറ്റി തന്നില്ലേ? അതെ, ചർച്ചിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു അപ്പം വാങ്ങിച്ചു തന്നു. അതിനെന്താ ഇപ്പോ? അതുപോലെ കൊച്ചിലെ മുതൽക്കേ എനിക്കും ഒരു ആഗ്രഹമുണ്ട്. എന്താ ഈ പാട്ടിലൊക്കെ വരുന്നാലും പിടിച്ച മീനെ വീണ്ടും വെള്ളത്തിൽ വിടാൻ? അതൊന്നുമല്ല. നിനക്ക് ചർച്ചിൽ അപ്പം കഴിക്കാൻ ആഗ്രഹം തോന്നിയില്ലേ? അതുപോലെ എനിക്ക് കോവിലിലെ പുളിയോദരയും പൊങ്കലും കഴിക്കാൻ ആഗ്രഹമുണ്ട്. നീ എന്താ നോക്കുന്നേ? അല്ല, എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവില്ല ഒരു പുളിയും ചാക്ക, ആ അഖിലാണ്ടേശ്വരി. ആ സാധനത്തിനോട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ പോരെ? എന്നെ കൊണ്ടുപോയി. പൊങ്കലും പുളിയോദരും എല്ലാം അവള് തന്നെ കഴിച്ചു. എനിക്ക് ഒന്നും തന്നില്ല. അറിയോ നിനക്ക്? അവള് കൂടെ പോയാൽ ശരിയാവില്ല. നീ എന്നെ കൂട്ടിക്കൊണ്ടുപോ. അപ്പോ ഈ പൊങ്കലും ചോറൊക്കെ കഴിക്കാനുള്ള ആഗ്രഹത്തിനാണ് നീ എന്നെ കാണാൻ വന്നത്? അതെ.
അല്ലാതെ പിന്നെ നീ എന്താ വിചാരിച്ചത്? ഒരു ആവറേജ് പയ്യൻ. ഓ പറയുന്ന അങ്ങനെ ബ്യൂട്ടിഫുൾ അല്ലേ? എന്താ നിന്റെ തീരുമാനം? പൊങ്കൽ വാങ്ങി തരാൻ പറ്റുമോ ഇല്ലയോ? വാങ്ങിച്ചു തരാം. അപ്പൊ ഓക്കെ, എന്റെ നമ്പർ നോട്ട് ചെയ്തോ. 9790990019. അത്രേ ഉള്ളൂ. ദൈവം ഉണ്ടടാ കുമാര, ദൈവമുണ്ട്. നിങ്ങളെ കണ്ടിട്ട് ഓം ശാന്തി ഓശാന പടത്തി വരുന്ന നിവിൻ പോളിയും നസ്രിയും പോലെ ഞങ്ങള് രണ്ടുപേരും പറയുമ്പോ എന്നെ നാണം വരുന്നു. അഭിനയിക്കണ്ട. എന്താ മോളെ ജാൻസി, അല്ല നാൻസി, സുഖം തന്നെ അല്ലേ? എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ മോളെ ഇത്? നട തുറക്കുമ്പോ തൊട്ട് 40 തവണയല്ലേ വഴിപാട് നേരണത്. സ്വാമി ചുമ്മാ ഇടക്കേറി പറയില്ലേ, ഉള്ളത് പറഞ്ഞോട്ടെ, നിക്കേ. തെറ്റിദ്ധരിക്കല്ലേ മോളെ. ഈ ചെറുക്കന് മോളോട് ഭയങ്കര പ്രേമ. ഇവന്റെ പേഴ്സണാലിറ്റിക്ക് ഏത് പെണ്ണും വളയും. എന്തായാലും മോൾക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് മോളെ സെലക്ട് ചെയ്തിരിക്കണേ. ഇവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേളി നടത്തിയാ മോക്ക് നല്ലത്. ഞാൻ ആരെ കല്യാണം കഴിക്കണം, എപ്പോ കല്യാണം കഴിക്കണമെന്ന് എനിക്കറിയാം. അതൊന്നും നിങ്ങൾ പറഞ്ഞു തരണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാം. ഇവനെ കൊണ്ട്. നാൻസി, നാൻസി ഡോ കലക്കി. എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ ശരവണ സ്റ്റോർ 100%. ഭഗവാനേ. നാൻസി, 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 അമ്പലത്തിലൊന്നും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് നല്ലതല്ല നാൻസി. ദേഷ്യം വരാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കല്യാണക്കാരി അച്ഛൻ എന്നോട് പറയാൻ 10 പ്രാവശ്യം ആലോചിക്കും. ഇയാളെന്താ ഇത്ര ഈസി ആയിട്ട് സംസാരിച്ചത്? സോറി നാൻസി. അതും നിന്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ ഞാൻ എന്നെ കല്യാണം ചെയ്യണമെന്ന്. നീ എന്താ അത്ര വലിയ ആളാണോ? അയ്യോ, ഞാനൊക്കെ സാധാരണക്കാരനല്ലേ നാൻസി. അത് പിന്നെ 10th പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന സമയത്തെ എല്ലാ ഫൈനൽ എക്സാമിന്റെ സമയത്തും കോപ്പി അടിച്ച് പിടിക്കപ്പെടില്ലേ എന്ന് പ്രാർത്ഥിക്കും. അന്ന് തൊട്ട് ഈ സ്വാമി എന്റെ ഫ്രണ്ടാ. അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തതായിരിക്കും. നീ ഒന്നും തെറ്റിദ്ധരിക്കണ്ട നാൻസി, നീ തെറ്റിദ്ധരിക്കണ്ട നാൻസി, പ്ലീസ്. നിവിൻ പോളി നസ്രിയ 40 തവണ വഴിപാട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞല്ലോ അല്ലേ? ഒരു തെറ്റും പറ്റിയില്ലല്ലോ. ഓ, അപ്പൊ നീ പറഞ്ഞു കൊടുത്തത് അയാള് പറഞ്ഞത് കറക്റ്റ് അല്ലേ?